പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് വെച്ചത് പാലിയേറ്റീവ് ട്രെയിനിങ് ആണ്. ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇനി ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇൻഡാസ് ഇറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരെന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. മിസ്റ്റർ പിണറായി വിജയൻ, ശ്രീമതി വീണ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇരിക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട്, ഈ സമരത്തെ ആക്ഷേപിക്കുന്ന CITUവിന്റെ നേതാക്കന്മാരോട്, MLA മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുലം പോലും മുടിഞ്ഞു പോകും. ആ രീതിയിൽ ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ BC വിഷ്ണുനാഥ് പറഞ്ഞത്, മനുഷ്യനാകണമെന്ന് പാടിയാൽ പോരാ, മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരു സിക്കിം വന്നു. പ്രസിഡന്റ്, ഞാൻ റൂൾ 1A കൊടുത്തിട്ട് ആഴ്ച 1 മന്ത്രി ആഴ്ച 1 സിക്കിമിൽ കിട്ടുന്നത് 6000 രൂപയാണ്. കേരളത്തിലാണ് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം കിട്ടുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസമായിട്ട് അതൊന്നും സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഒടുവിൽ പിണറായി വിജയൻ ആശമാർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു, ആശമാരുടെ സമരത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വാർത്ത. കഴിഞ്ഞ 36 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോരിച്ചൊരിയുന്ന മഴയത്തും കത്തിയാളുന്ന വേനൽ ചൂടിലും രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ഒരു തരത്തിലും പിണറായി വിജയൻ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും ഇവരെ കണ്ടതായി പോലും നടിച്ചില്ല, അവരുടെ ആവശ്യങ്ങൾ കേട്ടതായി പോലും നടിച്ചില്ല. എന്നാൽ 36 ദിവസം സമരം പിന്നിടുമ്പോൾ ഇനിയും ഇത്തരത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ട് വളഞ്ഞ് സമരം ചെയ്യുകയായിരുന്നു. ഒടുവിൽ പിണറായി വിജയൻ തന്നെ ഈ സമരത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി കൂടിയാലോചനകൾ നടത്തുകയും ആശാവർക്കർമാരുടെ ഓണറേറിയം കിട്ടുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ ഓണറേറിയം ലഭിക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിടുകയായിരുന്നു. ഒരു കാരണവശാലും ആശാവർക്കർമാരുടെ സമരത്തിന് യാതൊരു വിധ സന്ധിയും ചെയ്യില്ല എന്ന് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയന്റെയും CPMന്റെയും CPMന്റെ തൊഴിലാളി സംഘടനയായ CITUവിന്റെയും മർക്കടമുഷ്ടി. ഇതിന് പ്രധാന കാരണം STUC എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ആശാവർക്കർമാർ സമരം ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. അതാണ് പിണറായി വിജയനെയും CPMനെയും CITUവിനെയും ഏറെ ചൊടിപ്പിച്ചത്. ഒടുവിൽ 36 ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടി മാർച്ച് 17 ജില്ലാ ആസ്ഥാനങ്ങളിൽ ആശാവർക്കർമാർക്ക് പാലിയേറ്റീവ് ആക്ഷൻ പരിശീലന പരിപാടികൾ ആവിഷ്കരിക്കുന്നു. ഇതിന് കൃത്യമായ രീതിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് തന്നെയായിരുന്നു ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ പരിശീലന പരിപാടിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സമരത്തിൽ ഏർപ്പെട്ടത്. ഒടുവിൽ പിണറായി വിജയന് ഗത്യന്തരമില്ലാതെ ഇവരുടെ സമരത്തിന് സന്ധി ചെയ്യേണ്ടതായി വന്നു. ആശാവർക്കർമാർക്ക് ലഭിച്ചിരുന്ന തുച്ഛമായ ഓണറേറിയം കിട്ടുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന 10ഓളം മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉത്തരവിറക്കുകയായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണ് എന്ന് രായ്ക്ക് രായ്മാന പല്ലവി പോലെ ഉരുവിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കുഴലൂത്തുകാരി എന്ന് വിമർശകർ വിമർശിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വിജയനും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഈ ആരോഗ്യരംഗത്തിന് ഇത്രയും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ രാപ്പകൽ പണിയെടുത്തിരുന്ന അടിസ്ഥാന വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരോഗ്യ പ്രവർത്തകരുടെ, ആശാവർക്കർമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും പിണറായി വിജയനും. എന്നാൽ ഒടുവിൽ ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ ഇവർക്ക് വഴങ്ങേണ്ടതായി വന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇനിയും ഈ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും വരുന്ന 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും
തുടർന്ന് 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ആശാ വർക്കർമാരുടെ സമരത്തിനെ ചൊല്ലി CPM-ന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും, വൻ തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. BJP-യും കോൺഗ്രസും ഉൾപ്പെടെ മറ്റിതര രാഷ്ട്രീയ സംഘടനകൾ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരപ്പന്തലിൽ എത്തിയതും പിണറായി വിജയന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. എന്നാൽ CITU-വിന്റെ മർക്കടമുഷ്ടി ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ആശമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മാറി നിന്നത് എന്നൊരു ചൊല്ലുകൂടി കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആശമാർക്ക് ഓണറേറിയം നൽകുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളത് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. 36 ദിവസത്തെ സമരത്തിന്റെ പരിസമാപ്തിയിൽ അല്ലെങ്കിൽ 36 ദിവസത്തെ സമരം പിന്നിടുമ്പോൾ ആശാ വർക്കർമാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസം തന്നെയാണ് പിണറായി വിജയന്റെ ഈ ഉത്തരവ്. പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരോട് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കാണിക്കുന്ന മർക്കട മുഷ്ടി ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാലക്കാടിന്റെ സ്വന്തം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുകയുണ്ടായി. ഒരു തരത്തിലുമുള്ള പരിശീലന പരിപാടികൾ ഈ ആശാ വർക്കർമാർക്ക് ഇനി പിണറായി വിജയൻ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. കാരണം തളർന്നു കിടക്കുന്ന ഏത് രോഗികൾക്കും കൃത്യമായ പരിചരണം നൽകുവാനുള്ള വേണ്ടതിലധികം പരിശീലനം നേടിക്കൊണ്ട് തന്നെയാണ് രാപ്പകൽ ഈ ആശാ വർക്കർമാർ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു പരിശീലന പരിപാടിയുമായി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും മുന്നോട്ട് വരേണ്ടതില്ല. അത്തരം ഉമ്മാക്കിക്കൊണ്ടൊന്നും ഇവരുടെ സമരത്തെ അടിച്ചമർത്താമെന്ന് നിങ്ങൾ ധരിക്കേണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഉറക്കെ പറഞ്ഞത്. ആശാ വർക്കർമാരുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു. ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഈ അമ്മമാരുടെ വലയം ഭേദിച്ച ഈ ഗേറ്റിലൂടെ ഒന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകുവാൻ നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് വെച്ചത് പാലിയേറ്റീവ് ട്രെയിനിങ് ആണ്. ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇനി ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇൻഡാസ് ഇറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരെന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. മിസ്റ്റർ പിണറായി വിജയൻ, ശ്രീമതി വീണ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇരിക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട്, ഈ സമരത്തെ ആക്ഷേപിക്കുന്ന CITU-വിന്റെ നേതാക്കന്മാരോട്, MLA-മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുലം പോലും മുടിഞ്ഞു പോകും. ആ രീതിയിൽ ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമതി വീണ ജോർജ്, വന്ന് കാണൂ. ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ അങ്കനവാടി അമ്മമാരും ആശാ വർക്കർ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ്. ഈ എരിയുന്ന വെയിലിൽ, ഈ പൊരിയുന്ന ചൂടിൽ, ഈ ചുട്ടുപൊള്ളുന്ന റോഡിൽ, ഈ റോട്ടിൽ ഒരു ബ്രെഡിന്റെ കഷ്ണവും കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജവം AC കാറിൽ കറങ്ങി നടക്കുന്ന ശ്രീമതി വീണ ജോർജിന് എത്ര ജന്മമെടുത്താലും കിട്ടില്ല. അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ലേ ഈ സമരം. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ BC വിഷ്ണുനാഥ് പറഞ്ഞത്, മനുഷ്യനാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരു സിക്കിം വന്നു. പ്രസിഡന്റ്, ഞാൻ റൂള് 1A കൊടുത്തിട്ട് ആഴ്ച 1 മന്ത്രി ആഴ്ച 1 സിക്കിമിൽ കിട്ടുന്നത് 6000 രൂപയാണ്. കേരളത്തിലാണ് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം കിട്ടുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസമായിട്ട് അതൊന്നും സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ സമരം ഇത് ന്യായത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. തൊട്ടപ്പുറത്താണ് അംഗനവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു,
ആശാ വർക്കർമാരെ പോലെ അഭിനയിക്കേണ്ടി വരുമെന്ന ആ സാധുക്കൾ ഇതുപോലെയുള്ള ഗതികേടിലാണ്. നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു, കിട്ടാത്തതാ നല്ലത്. അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത എന്താ അറിയോ? ആ കമ്പനി പൂട്ടിപ്പോയിട്ട് 6 വർഷമായി. ശ്രീമതി വീണ ജോർജിനോട് പറയുന്നു, അംഗനവാടി ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനിയുടെ വാങ്ങിത്തന്നാൽ ശ്രീമതി വീണ ജോർജ് പറയുന്ന പണി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ 6 വർഷത്തിനിടയിൽ അവരെത്ര ഫോൺ മാറി? ആ സാധുക്കൾക്ക് 6 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയ ഒരു കമ്പനി. പൂട്ടിപ്പോയ കമ്പനി എന്ന് പറയുമ്പോൾ അറിയായിരിക്കുമല്ലോ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്പനി തന്നെ ആയിരിക്കും. ആ കമ്പനിയുടെ ഒരു ഫോൺ കൊടുത്തതല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുക്കുന്ന ശമ്പളം 3 ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഒരു ഗഡു, രണ്ടാമതൊരു ഗഡു, മൂന്നാമതൊരു ഗഡു. ആ സാധുക്കൾ, ആ പാവപ്പെട്ട അവിടേക്ക് വരുന്ന കുരുന്നുകൾക്ക് മുട്ട വാങ്ങി കൊടുക്കുന്നത്. ഈ ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ദിവസം തോടും, രണ്ടാമത്തെ ദിവസം വെള്ളയും, മൂന്നാമത്തെ ദിവസം മഞ്ഞയും കൊടുത്താൽ മതിയോ? മുട്ട മൊത്തത്തിൽ കൊടുക്കണ്ടേ? ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ്, നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരത്തെ ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നു, നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രായമാകുമ്പോ തളർന്നു വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ വരുമ്പോ നിങ്ങളെ നോക്കാൻ ഈ സാധു മനുഷ്യരെ ഉണ്ടാകുകയുള്ളൂ. അന്ന് നിങ്ങൾ പറഞ്ഞ അധിക്ഷേപത്തിന്റെ പേരിൽ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല. ഇന്ന് ഈ സമരത്തെ പൊളിക്കാനായി നിങ്ങൾ നടത്തിയ ട്രെയിനിങ് ഇല്ലെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ പരിചരിക്കാനുള്ള ധൈര്യം, ആർജവം ഈ നാട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരം അവസാനിക്കുകയല്ല. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സമരം നിങ്ങളെ പറ്റി ഓർക്കുമ്പോ അഭിമാനമാണ്. നിങ്ങളുടെ നാവാണ് ഞാനെന്നാ പറഞ്ഞത്, എനിക്ക് അഭിമാനമാണ്. എന്റെ അമ്മമാരുടെ നാവാണ് ഞാനെന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. ഈ സമരം, കേരളത്തിൽ തുടങ്ങിയ ഈ സമരം ഇന്ന് ഈ രാജ്യത്താകമാനം കാട്ടുതീ പോലെ, കൊടുങ്കാറ്റ് പോലെ ആളിപ്പടർന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശാ വർക്കർമാർ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുവാനുള്ള പ്രചോദനമായി, സമരം ചെയ്യുവാനുള്ള ആർജവമായി, ഊർജമായി നിങ്ങളുടെ ഈ സമരം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല. ഈ രാജ്യത്തെ എല്ലാ ആശാ വർക്കർമാരെയും തൊഴിലാളികളായി അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിന്റെ കൊടുങ്കാറ്റിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മമാരുടെ സമരം, ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെ അല്ലാതെ നമ്മൾ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ, ഇന്ന് നമ്മളെ പുലഭ്യം പറയുന്ന ആളുകൾ, ആ ആളുകൾ നാളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച്, ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ മട്ടിപ്പാവിൽ നിന്ന് അവരെ താഴെ ഇറക്കുമെന്ന്. അവിടെ നിന്ന് മാത്രമല്ല, ആ നിയമസഭയിലെ ശീതീകരിച്ച മുറി പോലും അവർക്കില്ലാത്ത കാലത്തിന് 8 മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.